സിലിക്കൺ വാലിയിലെ ടെക് ഭീമന്മാരുടെ ലോകത്ത് ഇപ്പോൾ വീശിയടിക്കുന്നത് വെറും ഒരു കാറ്റല്ല, വലിയൊരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ്. നമ്മൾ സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടറിലും പണിയെടുക്കുമ്പോൾ നമ്മുടെ ഓരോ വിരലനക്കവും നോക്കി നമ്മളെ പഠിക്കുന്ന മെഷീൻസ് വരികയാണ്. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നാമെങ്കിലും ഇത് സത്യമാണ്. 2026 കൈപ്പുള്ള സത്യമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ വരും തലമുറയുടെ തന്നെ ഭാവിയെ, ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ശൃംഖലയായ മെറ്റ പ്ലാറ്റ്ഫോംസ് തങ്ങളുടെ 10% ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ്. ഏകദേശം 8,000-ഓളം പേർക്ക് മെയ് 20 തങ്ങളുടെ തൊഴിൽ നഷ്ടമാകും. പക്ഷേ ഇതൊരു സാധാരണ ലേ ഓഫ് ആണെന്ന് കരുതിയാൽ തെറ്റി. ഇതിന് പിന്നിൽ അതിഭീകരമായൊരു പ്ലാനിംഗ് ഉണ്ട്. മനുഷ്യന്റെ അധ്വാനത്തെ പൂർണ്ണമായും AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ നിർമ്മിത ബുദ്ധി മാറ്റി സ്ഥാപിക്കുന്ന ഒരു വലിയ യുഗത്തിന്റെ തുടക്കമാണിത്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. മാർക്ക് സക്കർബർഗ് തന്റെ കമ്പനിയെ എഫിഷ്യൻസി എന്ന പേരിൽ ഉടച്ചു വാർക്കുകയാണ്. മെറ്റയുടെ ചീഫ് പീപ്പിൾ ഓഫീസർ ജനേൽ ഗീൽ അയച്ച ആഭ്യന്തര മെമ്മോ പ്രകാരം കമ്പനിയിൽ ഇപ്പോൾ വൻതോതിലുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ നടക്കുകയാണ്. സാധാരണ ഇത്തരം വാർത്തകൾ അവസാന നിമിഷം മാത്രമാണ് പുറത്തുവിടാറുള്ളത്. എന്നാൽ ഇത്തവണ ഒരു മാസം മുൻപേ തന്നെ മെറ്റ ഇത് പരസ്യമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ ചോർന്നത് കാരണമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ജോലി പോകുമെന്ന് ഉറപ്പായ ഒരു ജീവനക്കാരൻ മെയ് 20 വരെ കമ്പനിയിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. അത്യന്തം സങ്കീർണമായ അവസ്ഥയാണിത്. ഇനി ഈ പിരിച്ചുവിടുന്നവർക്ക് നൽകുന്ന പാക്കേജ് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് 16 വീക്സ് ബേസ് പേ ഉണ്ട്. അതായത് പിരിച്ചുവിടപ്പെടുന്നവർക്ക് 16 ആഴ്ചത്തെ ശമ്പളം ലഭിക്കും. അടുത്തത് സർവീസ് ബോണസ് ആണ്. ഓരോ വർഷത്തെ സേവനത്തിനും അധികമായി 2 ആഴ്ചത്തെ ശമ്പളം. ഇനി 6000 അൺഫിൽഡ് റോൾസ്. പിരിച്ചുവിടലിന് പുറമെ നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന 6000-ഓളം പോസ്റ്റുകൾ ഇനി നികത്തേണ്ടതില്ല എന്നും സക്കർബർഗ് തീരുമാനിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് മെറ്റ ഇത്ര കടുത്ത തീരുമാനമെടുത്തത്? ഉത്തരം വളരെ ക്ലിയർ ആണ്: AI ഇൻവെസ്റ്റ്മെന്റ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ $135 ബില്യൺ തുകയാണ് AI മേഖലയ്ക്കായി മെറ്റ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 3 വർഷത്തെ ആകെ നിക്ഷേപത്തിന് തുല്യമാണ് എന്നത് നമ്മളെ അമ്പരപ്പിക്കും. സക്കർബർഗ് എന്ന ദീർഘദർശി തന്റെ കമ്പനിയെ മെറ്റാവേഴ്സിൽ നിന്ന് AI ഫസ്റ്റ് കമ്പനിയാക്കി മാറ്റുകയാണ്. പണ്ട് വലിയ ടീമുകൾ ചേർന്ന് ചെയ്തിരുന്ന കോഡിംഗ്, ഡേറ്റ അനാലിസിസും ഒക്കെ ഇന്ന് AI ടൂളുകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നു. വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വളരെ വിചിത്രമായ ഒരു രീതിയിലാണ്: ദ പീപ്പിൾ ബീയിങ് ഹയർഡ് ആർ നോട്ട് ദ സെയിം പീപ്പിൾ ബീയിങ് ഫയർഡ്. ഇതിന്റെ ലളിതമായ അർത്ഥം ഇതാണ്: സാധാരണ ജോലികൾ ചെയ്തിരുന്ന ആയിരക്കണക്കിന് എഞ്ചിനീയർമാരെ പിരിച്ചുവിടുന്ന അതേ സമയം തന്നെ മറുവശത്ത് മെറ്റ പുതിയ ആളുകളെ നിയമിക്കുന്നുണ്ട്. പക്ഷേ അവർ സാധാരണക്കാരല്ല. 1 കോടി രൂപയിലധികം ശമ്പളം വാഗ്ദാനം ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള AI സ്പെഷ്യലിസ്റ്റിനെയാണ് അവർ ടീമിലെടുക്കുന്നത്. ചുരുക്കത്തിൽ മാൻ പവർ കുറച്ച് കമ്പനി മൈൻഡ് പവർ കൂട്ടുകയാണ്. പഴയ തൊഴിൽ നൈപുണ്യങ്ങൾ, അതായത് ട്രഡീഷണൽ സ്കിൽസ്, അത് പുതിയ കാലത്തെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അപ്രസക്തമാകുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മെറ്റ തങ്ങളുടെ അമേരിക്കയിലുള്ള ജീവനക്കാരുടെ കമ്പ്യൂട്ടറുകളിൽ MCI, മോഡൽ കേപ്പബിലിറ്റി ഇനിഷ്യേറ്റീവ് എന്നൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇത് ചെയ്യുന്നത് എന്താണെന്നോ? നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ മൗസ് മൂവ്മെന്റ്സ്, അതായത് മൗസിന്റെ ചലനങ്ങൾ, അതുപോലെ കീബോർഡ് സ്ട്രോക്സ്, കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു പാറ്റേൺ, ആ ഉപയോഗം, സ്ക്രീൻ കണ്ടന്റ് എന്നിവ ഈ സോഫ്റ്റ്വെയർ ട്രാക്ക് ചെയ്യും. എന്തിനാണെന്നറിയാമോ? മനുഷ്യർ എങ്ങനെയാണ് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് എന്നും അവർ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നതെന്നും പഠിച്ചെടുത്ത് അത് AI മോഡലുകളെ പരിശീലിപ്പിക്കാനാണ് കമ്പനി ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ നിങ്ങളുടെ പകരക്കാരനാകാൻ പോകുന്ന ആ AI റോബോട്ടിനെ പഠിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുന്നു എന്നർത്ഥം. തങ്ങൾ തന്നെ അറിയാതെ തങ്ങളുടെ കരിയർ അവസാനിപ്പിക്കാൻ സഹായിക്കേണ്ടി വരുന്ന ജീവനക്കാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനെതിരെ കമ്പനിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. മെറ്റ മാത്രമല്ല ഈ ഒരു പാതയിലുള്ളത്. മൈക്രോസോഫ്റ്റും സമാനമായ രീതിയിൽ തന്നെ നീങ്ങുകയാണ്. പക്ഷേ അവർ സ്വീകരിച്ചത് വോളണ്ടറി ബൈഔട്ട് എന്ന മാന്യമായ രീതിയാണ്. അതായത് പ്രായവും ജോലി ചെയ്ത വർഷങ്ങളും ചേർത്ത് 70 പോയിന്റ് എത്തുന്ന ജീവനക്കാർക്ക് സ്വയം വിരമിക്കാനുള്ള ഒരു അവസരമാണ്. ഏകദേശം 8,000-ലധികം പേർ ഈ ലിസ്റ്റിൽ വരും. മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല പറയുന്നത് കമ്പനിയുടെ 30%-ഓളം കോഡിംഗ് വർക്കുകൾ ഇപ്പോൾ തന്നെ AI ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ്. അതുപോലെ ആമസോണും ഒറാക്കിളും ചേർന്ന് ഏകദേശം 46,000 പേരെയാണ് ഈ വർഷം മാത്രം പിരിച്ചുവിട്ടത്. വൈറ്റ് കോളർ ജോലികൾ അടുത്ത 18 മാസത്തിനുള്ളിൽ AI കൈക്കലാക്കുമെന്ന മൈക്രോസോഫ്റ്റ് AI ചീഫ് മുസ്തഫ സുലൈമാന്റെ പ്രവചനം ഇപ്പോൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ മാറ്റം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. പരമ്പരാഗതമായ കഴിവിനേക്കാൾ പുതിയ കാലത്തെ ടെക്നോളജി, സാങ്കേതിക വിദ്യകളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഇനി പ്രധാനമെന്ന് ചുരുക്കം. കോഡിങ്ങിനേക്കാൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും AI മോഡൽ ട്രെയിനിങ്ങും പ്രധാനമായി മാറുന്നു. AI വിപ്ലവത്തിൽ പിന്നിലായി പോവുകയാണെങ്കിൽ തങ്ങളുടെ അസ്തിത്വം തന്നെ അപകടത്തിലാകുമെന്ന് സക്കർബർഗിനെ പോലെയുള്ളവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ വിഭവശേഷിക്ക് നൽകുന്ന പ്രാധാന്യം കുറച്ച് ആ പണം മുഴുവൻ AI ചിപ്പുകൾക്കും സെർവറുകൾക്കുമായിട്ട് മാറ്റിവെക്കുന്നു.
മെറ്റയുടെ പിരിച്ചുവിടൽ നടപടികൾ മെയ് മാസത്തിൽ പൂർത്തിയാകുമ്പോൾ അത് വെറുമൊരു വാർത്തയായി അവസാനിക്കില്ല. മറിച്ച് മനുഷ്യാധ്വാനത്തിന്റെ മൂല്യത്തെക്കുറിച്ചും ടെക്നോളജിയുടെ അതിപ്രസരത്തെക്കുറിച്ചും ലോകം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കമ്പനികൾ കാര്യക്ഷമതയുടെയും ലാഭത്തിന്റെയും പിന്നാലെ പായുമ്പോൾ അതിനിടയിൽ പെട്ടുപോകുന്ന സാധാരണ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നിയമങ്ങളും നയങ്ങളും ആവശ്യമാണ്. ടെക് ലോകത്തെ ഈ പുതിയ ചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമാണ്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് സ്വയം പരിഷ്കരിക്കാനും തയ്യാറെടുക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ഏക വഴി. ഭാവിയിലെ തൊഴിൽ വിപണിയിൽ മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് മനുഷ്യന്റെ കഴിവിനെ യന്ത്രങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്നതിലായിരിക്കും ശ്രദ്ധ. എന്നാൽ ഈ മാറ്റത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ഒഴിവാക്കാനാകില്ല. നിർമ്മിത ബുദ്ധി മനുഷ്യന് പകരക്കാരനാവുകയല്ല, മറിച്ച് മനുഷ്യന്റെ കഴിവിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ലാഭം മാത്രം ലക്ഷ്യമിടുന്ന കോർപ്പറേറ്റ് ലോകത്ത് ഈ ആദർശം എത്രത്തോളം പ്രായോഗികമാകുമെന്ന് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.